മോർണിംഗ് എവരിവൺ പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു ക്രിസ്തു മാനവരാശിയെ വളരെ അധികം സ്നേഹിക്കുന്നു അല്ലേ. ഈ ലോകത്തിലേക്ക് നമ്മൾക്ക് വേണ്ടിയാണ് ദൈവം വന്നത് അല്ലേ. നമ്മൾക്ക് വേണ്ടി നമ്മളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി അല്ലേ. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന പോലെ ഒരു റിലീജിയൻ ഒന്നും അല്ല അല്ലേ. പക്ഷെ അതൊരു റിലേഷൻഷിപ്പാണ്. പിതാവും മക്കളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അതിനുവേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. കാണാതായി പോയ കുഞ്ഞാടുകളെ തേടി വന്നല്ലേ. പാപികളായി തീർന്ന നമ്മളെ പാപത്തിൽ നിന്നും വിടുവിക്കുന്നതിന് വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് അല്ലെ. അപ്പോൾ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്കുള്ള ബന്ധങ്ങളെക്കാളല്ല, നമ്മുടെ പിതാവിനേക്കാൾ, നമ്മുടെ മാതാവിനേക്കാൾ, നമ്മുടെ കുഞ്ഞുങ്ങളെക്കാളും അല്ലെ സഹോദരങ്ങളെക്കാളും എല്ലാം അധികം യേശുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു. അതെന്തുകൊണ്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഭയങ്കര സെൽഫിഷ് ആയിരിക്കുന്നതുകൊണ്ടൊന്നുമല്ല. നമ്മളുടെ കണ്ണ്, നമ്മളുടെ സ്നേഹം ഈ ലോകത്തിലുള്ള ആൾക്കാരുമായിട്ട് ആയിരിക്കുമ്പോൾ നമ്മുടെ ബന്ധങ്ങളെ അല്ലെ, രക്തബന്ധങ്ങളെ പോലും വളരെയധികം സ്നേഹിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത് കുറഞ്ഞു പോകും. അപ്പോൾ നമ്മളുടെ കണ്ണ് ഈ ലോകത്തിലേക്ക് പോകും അല്ലെ. നമ്മൾ ആരെ കൂടുതൽ സ്നേഹിക്കുന്നു അവരിലായിരിക്കും നമ്മുടെ അറ്റൻഷൻ മൊത്തം അല്ലേ. അപ്പൊ അങ്ങനെയാകുമ്പോൾ ദൈവത്തിൽ നിന്ന് നമ്മുടെ കണ്ണ് മാറിപ്പോകും, ദൈവത്തിൽ നിന്ന് നമ്മുടെ അറ്റൻഷൻ മാറിപ്പോകും. അങ്ങനെയാകുമ്പോൾ യേശുവിന്റെ പ്രതിരൂപത്തിലേക്ക് നമ്മൾ ദിവസം പ്രതി മാറണം എന്നുള്ള ദൈവത്തിന്റെ ആ പദ്ധതി നടക്കാതെ പോകും അല്ലെ. നമ്മൾ നിത്യത്തിൽ എത്തിപ്പെടണം എന്നും ഇല്ല അല്ലെ. കാരണം നമ്മൾ വഴിയിൽ എവിടെയെങ്കിലും വീണു പോകാം അല്ലെ. ദൈവത്തിൽ നിന്ന് ഒരുപാട് അകലത്തിലായിരിക്കുമ്പോൾ, ദൈവത്തിലല്ല എങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ വീണു പോകാൻ ചാൻസ് വളരെയധികമാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറയുന്നത്, എന്നെ നിങ്ങൾ സ്നേഹിക്കും, നിങ്ങളുടെ കൂടപ്പിറപ്പുകളെക്കാളും, നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും, നിങ്ങളുടെ രക്തബന്ധങ്ങളെക്കാളും, നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കാളും അധികമായിട്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കും. എന്നിലായിരിക്കട്ടെ നിങ്ങൾ അല്ലെ, എന്നിലായിരിക്കട്ടെ നിങ്ങൾ പാർക്കുന്നത് എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്. കാരണം ദൈവത്തിന് നമ്മൾ എന്നും യേശുവിൻ്റെ ഒപ്പം ഉണ്ടായിരിക്കണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു ആളാണ് യേശുക്രിസ്തു അല്ലെ. ദൈവം ആഗ്രഹിക്കും ദൈവത്തിന്റെ ഒപ്പം നമ്മൾ ഉണ്ടായിരിക്കണമെന്ന് അല്ലെ. അപ്പൊ യേശു നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ്, നമ്മൾ താങ്കളുടെ ക്രോസും എടുത്തുകൊണ്ട് യേശുവിനെ ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ ദൈവത്തിന് എന്താ പറയുക അർഹരല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതാണ് എൻ്റെ ഇന്നത്തെ ടോപ്പിക്ക്. മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവ്, ഈ സമയത്ത് നന്ദി പറയുന്നു കർത്താവെ, അങ്ങനെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ, എന്നും ഞങ്ങളുടെ കൂടെ ഉള്ളതിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. അങ്ങേപ്പോലെ ഒരു ദൈവമില്ല, അങ്ങനെ സ്നേഹത്തോളം ഒരു സ്നേഹവും വേറെ ഇല്ല കർത്താവെ. ലോകത്തിൽ പലതരത്തിലുള്ള സ്നേഹമുണ്ടെങ്കിൽ പോലും, ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പോലും കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പോലും കർത്താവ് അൽമൈറ്റി, അങ്ങ് സ്നേഹിക്കുന്നത്ര ഞങ്ങളെ ആരും തന്നെ സ്നേഹിക്കുന്നില്ല കർത്താവെ. യേശുവും നന്ദി പിതാവ് കർത്താവെ, നന്ദി പിതാവ്. ഹോളി സ്പിരിറ്റ് ഗോഡിനെ തന്നതിനായിട്ടും പിതാവെ അങ്ങയുടെ സ്നേഹത്തെ നന്ദി പറഞ്ഞു. യേശുവിൻ നാമത്തിൽ ആമേൻ. നമുക്കിന്ന് മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് പോകാം. 10ാമത്തെ ചാപ്റ്ററിന്റെ 37 തൊട്ട് 39 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ 10ാമത്തെ ചാപ്റ്ററിന്റെ 37 തൊട്ട് 39 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എന്തെന്നാൽ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവർ എനിക്ക് യോഗ്യനല്ല, എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവർ എനിക്ക് യോഗ്യനല്ല. തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. തന്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും, എന്റെ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തുകയും ചെയ്യും. അപ്പോ ദൈവം പറയാ, എനിക്ക് യോഗ്യനല്ല എന്നൊരു വാക്ക് ദൈവം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു അല്ലെ. ഇംഗ്ലീഷ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എന്താ പറയാ, വേർതി അല്ല എന്നുള്ള ഒരു കാര്യത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം പറഞ്ഞപ്പോ യോഗ്യനല്ല, എനിക്ക് യോഗ്യനല്ല എന്ന് പറയുമ്പോൾ എന്താ ദൈവം ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, ഇങ്ങനെ എബ്രഹാമിന്റെ കാര്യം ഒന്ന് എടുത്തു നോക്കി. ദൈവം എബ്രഹാമിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ഉൽപ്പത്തിന്റെ 15ലേക്ക് പോകുമ്പോ, എബ്രഹാം നീ പേടിക്കേണ്ട കാര്യമില്ല, ഞാൻ നിന്റെ ഷീൽഡ്, ഞാൻ നിന്റെ പരിചയമാകുന്നു, ഞാൻ നിന്റെ എന്താ പറയുക എക്സീഡിംഗ്ലി ഗ്രേറ്റ് ആയിട്ടുള്ള റിവാർഡ് ആകുന്നു അല്ലെ, ഞാൻ നിന്റെ പ്രതിഫലം ആകുന്നു എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യേശു നമ്മളോട് മത്തായിക്കകത്ത് പറയുവാണ്, നിങ്ങൾ എനിക്ക് യോഗ്യനല്ലെന്ന് പറയുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്നെ പ്രതിഫലമായിട്ട് കിട്ടാൻ നിങ്ങൾ യോഗ്യരാകുന്നില്ല. എന്നെക്കാൾ അധികമായിട്ട് നിങ്ങളെ തന്നെയോ അല്ല നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ രക്തബന്ധങ്ങളെ സ്നേഹിക്കാൻ പോയി കഴിഞ്ഞാൽ എന്നെ പ്രതിഫലമായിട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് യോഗ്യത ഇല്ലാതാത്തവരായി തീരും അല്ലെ. എബ്രഹാമിന്റെ കാര്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുവാണെങ്കിൽ 15ാമത്തെ ചാപ്റ്ററിലാണ്, ഉൽപ്പത്തിന്റെ 15ാമത്തെ ചാപ്റ്ററാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, എബ്രഹാമേ നീ പേടിക്കേണ്ട, ഞാൻ നിന്റെ പരിചയമാകുന്നു, നിന്റെ
മഹത്തായ പ്രതിഫലവും ആകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമുക്കറിയാം എബ്രഹാം ഈ ഒരു പൊസിഷനിലേക്ക് വന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ വളരെ സ്നേഹിക്കാനും ദൈവം പറയുന്ന അനുസരിക്കാനും ഒരു മനസ്സ് കാട്ടിയ ഒരു വ്യക്തിയാണ് അല്ലെ. അപ്പൊ നമ്മൾ ഉൽപ്പത്തിന്റെ 12ലേക്ക് പോകുമ്പോൾ എബ്രഹാമിനോട് ദൈവം പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ആദ്യത്തെ വാക്ക് തന്നെ ഉൽപ്പത്തിന്റെ 12ാമത്തെ ചാപ്റ്ററിന്റെ 1ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദൈവം യഹോവ എബ്രഹാമിനോട് അരുളി ചെയ്ത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോകും അല്ലെ. എന്ന് പറഞ്ഞാൽ നിന്റെ രാജ്യത്തെയും നിന്റെ ഫാമിലിക്കാരെയും നിന്റെ പിതാവിന്റെ ഭവനത്തെയും നിനക്ക് ഉള്ളതിനെ അല്ലെ, നിന്റെ സ്നേഹബന്ധങ്ങള് നിന്റെ രക്തബന്ധങ്ങളെ എല്ലാത്തിനും ഉപേക്ഷിച്ചിട്ട് ഞാൻ പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോവുക അല്ലെ. നീ അത് എബ്രഹാം ചെയ്യാൻ താല്പര്യം ആയിരുന്നപ്പോൾ എബ്രഹാം അത് ചെയ്തു കഴിഞ്ഞപ്പോൾ അല്ലെ, പിന്നീട് നമുക്ക് അറിയാം ലോത്തിനെയും ദൈവം എബ്രഹാമിന്റെ കൂട്ടത്തിൽ നിന്ന് മാറ്റുന്നുണ്ടല്ലോ. എബ്രഹാമിന്റെ കൂട്ടത്തിൽ നിന്ന് ദൈവം മാറ്റുന്നു എന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, 2 കുരുവിലും കുഞ്ഞുങ്ങളെ അല്ലെ ഒരു വെള്ളിയല്ല കോപ്പർ നാണയം കൊണ്ട് നമുക്ക് കിട്ടും അല്ലെ. 2 സ്പാരോസിനെ ഒരു കോപ്പർ കോയിൻ കൊണ്ട് വാങ്ങിക്കാൻ കിട്ടും. അവത്തിൽ ഒരെണ്ണം പോലും ദൈവത്തിന്റെ അറിവില്ലാതെ താഴെ വീഴുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ലോകത്തിൽ നടക്കുന്ന സകലതും സംഭവിക്കുന്ന ദൈവത്തിന്റെ അറിവോടുകൂടിയാണെന്ന് ചുരുക്കം അല്ലെ. എന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മൾ കാണുന്ന ക്രിമിനൽ ആക്ടിവിറ്റിയും കൊലപാതകവും ഒക്കെ ദൈവത്തിന്റെ അറിവോടുകൂടിയാണ്. അതെ, ദൈവത്തിന്റെ അറിവോടുകൂടിയാണ്. അപ്പൊ ദൈവം അനുവദിക്കുന്നതാണോ? അങ്ങനെ ചോദിക്കുന്ന ഉത്തരമാണ് നമ്മൾ റോമക്കെഴുത്ത് ലേഖനത്തിന്റെ 1ാമത്തെ ചാപ്റ്ററിന്റെ 18 തൊട്ട് 32 വരെയുള്ള വാക്കിൽ നമ്മൾ വായിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ആരെന്ന് അക്നോളജ് ചെയ്യാതെയും ദൈവത്തോട് എന്താ പറയാ ബഹുമാനമില്ലാതെ ദൈവത്തോട് സ്നേഹമില്ലാതെയും പിന്നെ എന്താ പറയുക ദൈവത്തെ അംഗീകരിക്കാതെയും താങ്ക്ഫുൾ ആയിട്ടുള്ള അല്ലെ എന്താ പറയുക ഒരു നന്ദിയില്ലാത്ത ഹൃദയവുമായിട്ട് ദൈവത്തെ ഒന്ന് അക്നോളജ് ചെയ്യാൻ താല്പര്യമില്ലാത്ത മനുഷ്യര് ദൈവത്തിന്റെ ഇമ്മോർട്ടലായിട്ടുള്ള ദൈവത്തിന്റെ ഗ്ലോറി എടുത്ത് മോർട്ടലായിട്ടുള്ള സാധനങ്ങൾക്ക് മനുഷ്യന്റെ പോലെ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ പക്ഷിയുടെയും എന്താ പറയുക പറവകളുടെയും എല്ലാം രൂപം ഉണ്ടാക്കിയിട്ട് മൃഗങ്ങളുടെ രൂപം ഉണ്ടാക്കി അത് ദൈവമാണെന്ന് വെച്ചോണ്ടിരിക്കുമ്പോ ദൈവം എന്താ പറഞ്ഞ ദൈവം വിചാരിക്കുന്ന ഇങ്ങനെയാ, ദൈവം ചെയ്യുന്ന കാര്യത്ത ഇവർക്ക് ഇതാ താല്പര്യമെങ്കിൽ ഇവർ അത് തന്നെ അങ്ങ് ചെയ്തോട്ടെ അല്ലെ. അങ്ങനെ ദൈവം അവരെ അങ്ങോട്ട് അവരെ ഇഷ്ടത്തിന് വിടുക. അവരെ ഇഷ്ടത്തിന് പ്രകാരം നടക്കുന്ന കാര്യങ്ങൾ കൊലപാതകങ്ങളും അല്ലെ, ഓരോ എന്താ പറയണേ വ്യഭിചാരങ്ങളും അങ്ങനെ കുറ്റം മറ്റുള്ളവരെ തട്ടിക്കുകയും വെട്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഓരോ ആൾക്കാരുടെ ഇഷ്ടത്തിന് പ്രകാരമുള്ള കാര്യമല്ലേ, അവരെ അതിന് ദൈവം അങ്ങ് അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്, ലോത്തിനെ എബ്രഹാമിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി എന്ന് പറയുന്നതും ദൈവമാണ്. ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നടന്ന കാര്യമാണല്ലേ. ലോത്ത് തനിക്ക് ഇഷ്ടപ്പെട്ട സോദോം ഗോമോറയൊക്കെ തെരഞ്ഞെടുത്ത് അത് വേറെ കാര്യം, അത് നമുക്ക് പറയാൻ പറ്റാത്ത കാര്യമല്ലേ. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലോത്തും കൂടെ എബ്രഹാമിന്റെ ജീവിതത്തിൽ നിന്ന് പോയതിനു ശേഷമാണ് എബ്രഹാമിനോട് ദൈവം പറയുന്നത്, ഞാൻ നിന്റെ എക്സീഡിംഗ്ലി ഗ്രേറ്റ് റിവാർഡാണ് അല്ലെ, നിന്റെ വലിയൊരു എന്താ പറയുക പ്രതിഫലമാണ് ഞാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്കൊരു കാര്യം അറിയാം, നമ്മളും എബ്രഹാമിന്റെ ഫാമിലിപ്പെട്ടതാണ് അല്ലെ. എബ്രഹാമിന്റെ പ്രോമിസ്ഡ് ആയിട്ടുള്ള എബ്രഹാമിന്റെ മക്കളായിട്ട് എല്ലാ ഇസ്രായേൽ മക്കളും എബ്രഹാമിന്റെ മക്കളായിട്ട് വരുന്നവരല്ലല്ലോ എന്ന് പറഞ്ഞ ഫിസിക്കലി അവരതെ, പക്ഷെ ഈ ലോകത്തിന്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ അവരതെ, പക്ഷെ സ്പിരിച്വലി അവരല്ല അല്ലെ. സ്പിരിച്വൽ മക്കൾക്ക് അത് പ്രോമിസ്ഡ് ആയിട്ടുള്ള ചിൽഡ്രൻ ആണ് എബ്രഹാമിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളും യേശുക്രിസ്തു വിശ്വസിക്കുന്നുണ്ട്. എബ്രഹാമിന്റെ ഫാമിലിന്റെ പാർട്ടായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ജൂതന്മാരുടെ ഇടയിൽ നിന്ന് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരും ജാതികളുടെ ഇടയിൽ നിന്ന് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരും എല്ലാവരോടും കൂടിയാണ് എബ്രഹാമിന്റെ മക്കളായിട്ട് വരുന്നത്. അപ്പൊ എബ്രഹാമിനോട് പറഞ്ഞിരിക്കുന്നത്, ദൈവം പറഞ്ഞിരിക്കുന്നത് ഞാൻ നിന്റെ മഹത്തായ പ്രതിഫലമാണെന്ന് പറഞ്ഞത് എബ്രഹാം തനിക്കുള്ള തന്റെ രക്തബന്ധങ്ങളെ പോലും വേണ്ടെന്ന് വെച്ച് ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിന്റെ ഒപ്പം നടക്കുകയും ചെയ്തപ്പോഴാണെങ്കിൽ അത് തന്നെയാണ് നമ്മളോട് ദൈവം പറയുന്നത് അല്ലെ. അത് തന്നെയാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നീ നിന്റെ മാതാപിതാക്കളെ നിന്റെ കുഞ്ഞുങ്ങളെ നിനക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ അല്ലെ നീ എന്നെക്കാളും വളരെ അധികമായിട്ട് സ്നേഹിക്കുകയാണെങ്കിൽ നീ എനിക്ക് യോഗ്യനല്ല. ഇവിടെ ഭാര്യയെ പറ്റിയോ ഭർത്താവിനെ പറ്റി പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഭാര്യയും ഭർത്താവും ഒക്കെ എന്താ പറയുക ദൈവത്തിന്റെ കണ്ണിൽ ഹസ്ബൻഡും വൈഫും ഒന്നാണ് അല്ലെ. അപ്പൊ അവരെ ഒന്നായിട്ടാണ് ദൈവം കരുതുന്നത് അല്ലെ.
മാതാപിതാക്കളും എന്താ പറയുക, അവരിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റഡ് ആയി പോകുന്നവരില്ല. അപ്പൊ ഹസ്ബൻഡും വൈഫും ഒന്നായി തീരണം എന്നാണല്ലോ ദൈവം പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ കണ്ണിൽ ഹസ്ബൻഡും വൈഫും എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറയാതിരിക്കുന്നത്. ഇനി ദൈവം പറയുവാണ് ഇവിടെ, തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനില്ലെന്ന് പറഞ്ഞിരിക്കുന്നു. അല്ലെ, ക്രൂശ് എടുക്കുന്ന എന്താന്ന് വെച്ചാൽ ക്രൂശിലാണ് മനുഷ്യരെ നേരത്തെ കൊന്നുകൊണ്ട്, യേശുക്രിസ്തുവിനെ കൊന്ന ക്രൂശിൽ വെച്ചാണല്ലോ. അപ്പൊ ക്രൂശ് എടുക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലഷ്ലി നേച്ചർ, നമ്മുടെ കാർണൽ നേച്ചറിനെ എല്ലാ ദിവസവും കൊന്നുകൊണ്ട് ജീവിച്ചില്ല എങ്കിൽ അതിങ്ങനെ പോപ്പപ്പ് ചെയ്തോണ്ടിരിക്കും. കാരണം എന്താ വെച്ചാല് നമ്മൾക്ക് ആത്മാവുണ്ട്, പ്രാണനുണ്ട്, ശരീരമുണ്ടല്ലോ അല്ലെ. അപ്പൊ ആത്മാവ് രക്ഷിക്കപ്പെട്ടു, പുതിയ ആത്മാവായി രക്ഷിക്കപ്പെട്ടു എന്ന് വെച്ചാല് പുതിയ ആത്മാവായി. പ്രാണൻ ഇപ്പോഴും ഈ ലോകത്തിലായിരിക്കുന്നോണ്ട് എന്താ പറയാ, ലോകത്തിന്റെ ഇൻഫ്ലുവൻസ് ഒരുപാട് വരാൻ ചാൻസ് ഉണ്ടല്ലോ, ഒരുപാട് വരുമല്ലോ. അപ്പൊ അങ്ങനെയാകുമ്പോ പിന്നെയും പാപത്തിലേക്ക് പോകാൻ ഒരു ടെൻഡൻസി ഉണ്ടാവുമല്ലോ നമ്മുടെ പ്രാണിന്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, അങ്ങനെ പാപത്തിൻ്റെതായിട്ടുള്ള നേച്ചറല്ല, പാപത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഫ്ലഷ്ലി നേച്ചർ അല്ലെ, നമ്മുടെ ജഡത്തിന്റെ മോഹങ്ങളൊക്കെ വരുമ്പോ അതിനെ കൊന്നു എല്ലാ ദിവസവും ജീവിക്കണം അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്ലഷ്ലി നേച്ചറിനെ, നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തെ അതിനെ കംപ്ലീറ്റ്ലി നശിപ്പിച്ച് കളയണം എന്ന് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുക. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നുള്ള കാര്യം റോമക്കെഴുതിയ ലേഖനത്തിൽ 8ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോ 5ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കും. റോമക്കെഴുതിയ ലേഖനത്തിൽ 8ാമത്തെ ചാപ്റ്ററിന്റെ 5 തൊട്ട് 8 വരെയുള്ള വാക്കുകൾ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിലുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവന സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം ആകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുവാൻ കഴിയുന്നതുമില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയാത്ത, നമ്മൾ എത്രമാത്രം ബൈബിൾ വായിച്ചെന്ന് പറഞ്ഞാൽ, നമ്മൾ എത്രമാത്രം പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ, നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തിലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ, ജഡത്തിന്റെ സ്വഭാവം പിന്നെയും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ നശിപ്പിച്ചു കളയാൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ ദൈവത്തെ നമുക്ക് പ്രീതിപ്പെടിക്കാൻ സാധിക്കത്തില്ല. കാര്യം എന്താ വെച്ചാൽ ജഡത്തിന്റെ സ്വഭാവവും ഹോളി സ്പിരിറ്റോടും തമ്മിൽ അവർ രണ്ടും കൂടിച്ചേർന്ന് പോകത്തില്ല അല്ലെ. ജഡത്തിന്റെ സ്വഭാവത്തിന് ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ അനുസരിക്കാൻ സാധിക്കത്തില്ല, ദൈവത്തിന്റെ ലോയെ അനുസരിക്കാൻ സാധിക്കത്തില്ല. ദൈവമായിട്ട് ശത്രുതയിലാണ്. അപ്പൊ അങ്ങനെയുള്ള ജഡത്തിന്റെ സ്വഭാവത്തെ നമ്മൾ പിന്നെയും ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ദൈവമായിട്ട് ശത്രുതയിലായിരിക്കും. എല്ലായ്പ്പോഴും നമ്മൾ ദൈവമായിട്ട് ശത്രുതയിലായിരിക്കും അല്ലെ. നമ്മൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കത്തില്ല. ജഡത്തിന്റെ സ്വഭാവം നമ്മളെ പിടിച്ച് വലിക്കും പുറകിലേക്ക് അല്ലെ. അതാ ദൈവം പറയുന്നത്, യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, ജഡത്തിന്റെ സ്വഭാവം നമ്മുടെ പുറത്തുള്ള നമ്മുടെ ഷോൾഡറിലുള്ള വലിയൊരു വെയിറ്റ് ആണ്. അത് നമ്മൾ നശിപ്പിച്ചു കളയാതെ കളഞ്ഞേ പറ്റത്തുള്ളൂ. കളഞ്ഞില്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. യേശുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് യേശു നയിക്കുന്ന വഴി കൂടെ നമ്മൾ യാത്ര ചെയ്തില്ല എങ്കിൽ നമ്മൾ ദൈവത്തിലായി തീരത്തില്ല അല്ലെ. അപ്പൊ നമുക്കൊരു ദൈവം തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം, യേശുവിലേക്കുള്ള വഴി എന്ന് പറഞ്ഞ, ദൈവത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ അത് വളരെ ഇടുങ്ങിയതാണ് അല്ലെ. ഇടുങ്ങിയതും ഞെരുക്കമുള്ളതാണ്. വാതിലും ഗേറ്റും അതുപോലെ തന്നെയാണ്. ദൈവത്തിന്റെ വിഗ്രഹത്തിലുള്ള വാതിലും അതുപോലെ തന്നെ വളരെ ചെറുതാണ്. അപ്പൊ നമുക്ക് ഈ ഇത്രയും വെയിറ്റും വെച്ചുകൊണ്ട് ആ വഴിയിൽ കൂടെ നമുക്ക് നടന്ന് ദൈവത്തിൽ എത്തിപ്പെടാൻ സാധിക്കത്തില്ല അല്ലെ. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ജഡത്തിന്റെ സ്വഭാവത്തെ നിങ്ങൾ നശിപ്പിച്ച് കളഞ്ഞില്ല എങ്കിൽ നിങ്ങൾ ഒരു കാല് ഇവിടെ ദൈവത്തിന്റെ കിങ്ഡത്തിലും അടുത്ത കാല് ജഡത്തിന്റെ സ്വഭാവത്തിലുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ഒരിക്കൽ പോലും ദൈവത്തിന്റെ ഒപ്പമായി തീരത്തില്ല അല്ലെ. ഒരിക്കൽ പോലും യേശുക്രിസ്തു നമ്മള് അർഹരായി തീരത്തില്ല. പിതാവ് നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ പിതാവ് കാണുന്നത് യേശുവിനെ അല്ല എങ്കിൽ നമ്മൾ ഒരിക്കൽ പോലും പിതാവിന്റെ സ്നേഹത്തിന് പിതാവിന്റെ കൃപയ്ക്ക് പാത്രങ്ങളായി തീരത്തില്ല. നമ്മൾ യേശുക്രിസ്തുവിൽ ഒളിഞ്ഞിരിക്കുമ്പോൾ അല്ലെ, യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഉള്ളപ്പോ അല്ലെ, അതുകൊണ്ടാണ് പിതാവിന് നമ്മളോട് കരുണയായിട്ട് പെരുമാറുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് കരുണയില്ലെന്നല്ല പറയുന്നത് അല്ലെ. കരുണ ആയിട്ട് പെരുമാറുന്നത് ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ദൈവത്തിന് ലോകത്തോട് കരുണയില്ലെന്നുള്ളതല്ലേ കാണിക്കുന്നത്. ലോകം പാപത്തിലാണ് അല്ലെ. ദൈവത്തിന് നമ്മുടെ അടുത്തേക്ക് വരണമെങ്കിൽ നമ്മൾ ഹോളി ആയിരിക്കണം അല്ലെ. ദൈവത്തിന് നമ്മളുമായിട്ട് അടുത്തിടപഴകണം, നമ്മൾ ഹോളി ആയിരിക്കണം അല്ലെ. നമ്മളെ പാപങ്ങളെ ദൈവം കാണാതിരിക്കണമെങ്കിൽ യേശുക്രിസ്തുവിൽ നമ്മൾ മറിഞ്ഞിരിക്കണം അല്ലെ. ദൈവം നോക്കുമ്പോ നമ്മളിലേക്ക് നോക്കുമ്പോ ദൈവം കാണുന്ന യേശുക്രിസ്തുവിനെ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ പാപത്തെ പുറത്തു തരാൻ ദൈവത്തിന് സാധിക്കത്തുള്ളൂ അല്ലെ. നമ്മുടെ പാപമാണ് മുന്നിട്ട് നിൽക്കുന്നതെങ്കിൽ, നമ്മുടെ ജഡത്തിന്റെ സ്വഭാവമാണ് മുന്നിട്ട് നിൽക്കുന്നതെങ്കിൽ ദൈവത്തിന് നമ്മളുമായിട്ട് ഒത്തൊരുമിച്ച് പോകാൻ പറ്റത്തില്ല. കാരണം പാപം നമ്മളെ പിന്നെയും
പറയാ ആ കോളൻ സ്റ്റേറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകും അല്ലെ. അതാ ദൈവം പറഞ്ഞിരിക്കുന്നത്, ഗലാത്യർക്ക് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തു നമ്മളെ ഫ്രീ ആക്കിയിരിക്കുന്നത് ഫ്രീഡത്തിന് വേണ്ടിയാണ്. ആ ഫ്രീഡം നിങ്ങൾ നിങ്ങളുടെ ജഡത്തിന്റെ താല്പര്യപ്രകാരമുള്ള ജീവിതത്തിലായിട്ട് നയിക്കാൻ വേണ്ടി ഉപയോഗിക്കരുത്. ഒരിക്കലും രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ അത് ജീവിതകാലം മൊത്തമുള്ള രക്ഷയല്ലത് അല്ലെ. അന്നന്ന് ജസ്റ്റിഫിക്കേഷനാണ് നടന്നത് അല്ലെ. സാങ്ക്ടിഫിക്കേഷൻ നടക്കണം. ഓരോ ദിവസം യേശുലായി അല്ലെ നമ്മൾ നടന്ന് യേശുവിന് വഴി കൊണ്ട് നടന്ന് യേശുവിനെ അനുസരിച്ചുകൊണ്ട് യേശുവിനെ സ്നേഹിച്ചുകൊണ്ട് അവസാനം യേശുവിനെ പോലെ ആയി തീരുമ്പോൾ അവിടെയാണ് നമ്മൾക്കുള്ള എന്താ പറയുക കംപ്ലീറ്റ് സാൽവേഷൻ വരുന്നത് അല്ലെ. അതല്ലാതെ നമുക്ക് താല്പര്യമുള്ള രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അല്ലെ, പിതാവ് ഹോളിയാണ്, പിതാവ് പരിശുദ്ധനാണ്, പിതാവിന് പരിശുദ്ധമില്ലാത്തൊരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നെങ്കിൽ പിതാവ് നമ്മളുമായിട്ട് ഒത്തൊരുമിച്ച് പോകാൻ സാധിക്കത്തില്ല. അവന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ. അപ്പൊ നമ്മള് യേശുവിലായിരിക്കുക. അതാ പറഞ്ഞിരിക്കുന്നത് റോമക്കത്ത് ലേഖനത്തിൽ 13-ാമത്തെ ചാപ്റ്ററിലെ 14-ാമത്തെ വാക്കിന് പറഞ്ഞിരിക്കുന്നത്, യേശുവിന് ഒരു വസ്ത്രം ധരിക്കുന്ന പോലെ നമ്മൾ ധരിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിലായിരിക്കുക. നമ്മൾ യേശുവില് എന്താ മറിഞ്ഞിരിക്കുന്നവരായിരിക്കുക അല്ലെ. അപ്പോ ദൈവത്തിന്റെ കരുണയും നീതിയും എല്ലാം അല്ലെ, സ്നേഹവും എല്ലാം നമ്മളിലേക്ക് ഒഴുകിയെത്തും. അല്ലാതെ തന്റെ പുത്രന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത ആൾക്കാര് നമുക്ക് തോന്നുന്ന രീതിയിൽ പിന്നെ പോകുകയാണെങ്കിൽ തന്റെ പുത്രന്റെ രക്തത്തെ ഒരു കോമൺ ആയിട്ടുള്ള സാധാരണ ഒരു രക്തം പോലെ കരുതുകയും തന്റെ പുത്രനെ നിലത്തിട്ട് ചവിട്ടുകയും ഹോളി സ്പിരിറ്റ് ഗോഡിനെ എന്താ പറയാ ഇൻസൾട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് ദൈവത്തിന് എന്താ പറയാ അടുത്തിടപെടാൻ സാധിക്കത്തില്ല. അത് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ. അങ്ങനെയുള്ളവർക്ക് യേശുക്രിസ്തുവിന് റിവാർഡായിട്ട് കിട്ടത്തില്ല, പ്രതിഫലമായിട്ട് കിട്ടത്തില്ല. യേശുക്രിസ്തുവും പിതാവും ഒന്നാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളോട് ദൈവം പറയത്തില്ല, എബ്രഹാമിനോട് പറഞ്ഞ പോലെ, എബ്രഹാമേ ഞാൻ നിന്റെ വലിയ പ്രതിഫലമാണെന്ന് പറഞ്ഞ പോലെ അങ്ങനെയുള്ള വ്യക്തികളോട് ദൈവത്തിന് പറയാൻ സാധിക്കത്തില്ല ഞാൻ നിന്റെ വലിയ പ്രതിഫലമാണെന്ന്. അതുകൊണ്ടാണ് ദൈവം നമ്മളോട് പറയുന്നത്, എന്താ പറയണേ, നീ ലോകത്തില് നിന്റെ രക്തബന്ധങ്ങളെക്കാളും നിന്നെക്കാളും അധികമായിട്ട് അല്ല. ഇപ്പൊ തന്റെ ക്രൂശു എടുത്തോണ്ട് യേശുവിനെ അനുഗമിക്കുക എന്ന് പറയുമ്പം ദൈവം എന്താ പറയുക വെച്ചാൽ, ദൈവത്തെ നമ്മളെക്കാളും അധികം സ്നേഹിക്കും അല്ലെ. നമ്മളെയാണ് ശരിക്കും പറഞ്ഞാൽ ഓരോ വ്യക്തിന്റെ അടുത്ത് നോക്കുമ്പോ നമ്മളെ അല്ല നമ്മളെയാണ് നമ്മൾ ഏറ്റവും അധികം കൂടുതൽ സ്നേഹിക്കുന്നത്. ഓരോ വ്യക്തികളും അവരവരെ തന്നെയാണ് ഏറ്റവും അധികം സ്നേഹിക്കുന്നത് അല്ലെ, അല്ലാതെ ദൈവത്തെ ഒന്നും അല്ലല്ലോ. പക്ഷെ ദൈവം പറയുന്നത് നമ്മുടെ ആ സ്വഭാവം മാറ്റണമെന്നും ദൈവത്തെ മറ്റുള്ളവരെക്കാളെല്ലാം അല്ലെ നമ്മളെക്കാളും ഉപരിയായിട്ട് സ്നേഹിക്കണം എന്നുമാണ് ദൈവം നമ്മളോട് പറയുന്നത്. അങ്ങനെ സ്നേഹിക്കാത്ത സ്വഭാവമാണ് നമ്മൾ കാണിക്കുന്നതെങ്കിൽ യേശുവിനെ നമുക്ക് പ്രതിഫലമായിട്ട് കിട്ടത്തില്ല. യേശുവിനെ നമുക്ക് പ്രതിഫലമായിട്ട് കിട്ടിയില്ല എങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ഒപ്പം ആയിരിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വെറുതെ ചർച്ചിൽ പോകുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ബൈബിള് വായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ ജഡത്തിന്റെ സ്വഭാവത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമ്മൾ ദൈവത്തിലായിരിക്കത്തില്ല സുഹൃത്തുക്കളെ. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ദൈവത്തിലായിരിക്കുക അല്ലെ, ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നവരായിരിക്കുക, നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തിൽ ഓപ്പറേറ്റ് ചെയ്യാതിരിക്കുന്ന വ്യക്തികളായിരിക്കുക അല്ലെ, ജഡത്തിലാകാതിരിക്കുക അല്ലെ, ഹോളി സ്പിരിറ്റ് ഗോഡിനാല് നയിക്കപ്പെടുന്ന വ്യക്തികളായിരിക്കും അല്ലെ. അപ്പം നമുക്കറിയാം റോമക്കത്തിലേക്ക് 8-ാമത്തെ ചാപ്റ്റർ 1-ാമത്തെ വാക്കിനെ പറഞ്ഞിരിക്കുന്നത്, ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന ആൾക്കാർ, യേശുവിലായിരിക്കുന്ന ആൾക്കാർക്ക് എന്താ പറയുക കണ്ടംനേഷൻ ഇല്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. അവർക്ക് ഒരു കണ്ടംനേഷൻ ഇല്ല എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ. ദൈവം ആ ജഡ്ജ്മെന്റ് സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് യേശുവിലായിരിക്കുന്നവർക്ക് ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുകയും ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെ, യേശുവിലായിരിക്കുമ്പോഴാണ് ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ടംനേഷൻ ഇല്ല, അവർക്ക് ജഡ്ജ്മെന്റിന്റെ അടിയിൽ വരത്തില്ല എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയായിരിക്കട്ടെ നമ്മളല്ലേ, നമ്മൾ യേശുവിലായിരുന്നു പറയുകയും പിന്നെ നമുക്ക് നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തിൽ നമ്മൾ ജീവിക്കുകയും ചെയ്യാതിരിക്കട്ടെ. അങ്ങനെയാകുമ്പോൾ നമുക്ക് തന്നെയാണ് നഷ്ടം വരുന്നത് അല്ലെ. അപ്പൊ അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. കർത്താവേ, ഈ സമയത്ത് നന്ദി പറയുന്നു കർത്താവേ. ജീസസ് ഐ പ്രൈസ് ആൻഡ് വർഷിപ്പ് മാസ്റ്റർ. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ മുമ്പിലേക്ക് വരികയാണ്, അനുഗ്രഹിക്കണം അപേക്ഷിക്കുന്നു കർത്താവ്. തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഒരുപാട് വന്ന് പോയിട്ടുണ്ട്. പക്ഷെ കർത്താവേ, അതെല്ലാം പുറത്തുകൊണ്ട് കർത്താവേ അങ്ങിലായിരിക്കും ഞങ്ങളെ അനുഗ്രഹിക്കണം അപേക്ഷിക്കുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ തന്നെ ഇന്ന് കണ്ടതിന് നന്ദി. ദൈവത്തിന്റെ നാമത്തിൽ മഹത്വം ഉണ്ടാവട്ടെ.